ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 4ലെ മാത്സ് ആണ്. അതിലെ 10th ചാപ്റ്ററായ മെഷറിംഗ് വെയ്റ്റ്സ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എന്താണ് മെഷറിംഗ് വെയ്റ്റ്സ്? വെയിറ്റ് മെഷർ ചെയ്യുക അല്ലേ? ഓക്കെ, നോക്കൂ, ഇവിടെ എന്താണ് ഒരു കല്യാണ വീടൊക്കെ പോലെ തോന്നുന്നുണ്ട് അല്ലേ? പാത്രങ്ങളൊക്കെ ഇറക്കി വെക്കുന്നുണ്ട് അല്ലേ? വെഡിങ് ഓഫ് മിലാൻ സിസ്റ്റർ. എന്താണ്? മിലാൻ്റെ സിസ്റ്ററിൻ്റെ വെഡിങ് ആണ് അല്ലേ? കല്യാണമാണ്. ഫാമിലി മെമ്പേഴ്സ് ഹാവ് സ്റ്റാർട്ടഡ് പ്രിപ്പറേഷൻസ്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ എന്താണ് ഓരോ ഒരുക്കങ്ങൾ നടത്തുകയാണ് അല്ലേ? സീ ദ പിക്ചർ. ചിത്രം കണ്ടില്ലേ? സാധനങ്ങൾ ഇറക്കി വെക്കുന്നുണ്ട്, ഇതാ മുല്ലപ്പൂ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? പൂകളൊക്കെ പാത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്നുണ്ട്, ടേബിൾ അതാ പാസ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, വാട്ട് ഓൾ തിങ്സ്, എന്തൊക്കെ സാധനങ്ങളുള്ളത് അല്ലേ? മിലാൻ ആൻഡ് ഫാദർ റീച്ച്ഡ് ദ ഷോപ്പ് വിത്ത് ദ ലിസ്റ്റ് ഓഫ് തിങ്സ് ടു ബൈ. അപ്പോൾ മിലാനും അവൻ്റെ അച്ഛനും എന്താണ് ഷോപ്പിൽ പോയി അല്ലേ? എന്താണ് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ലിസ്റ്റുമായിട്ട് എന്താണ് മിലാനും മിലാൻ്റെ അച്ഛനും എന്താണ് ഷോപ്പിൽ പോയി. നോക്ക് എന്തൊക്കെയാണ് വേണ്ടതല്ലേ? സോൾട്ട് 5 കിലോഗ്രാം വേണം, റൈസ് 150 കിലോഗ്രാം വേണം, ഓയിൽ 50 ലിറ്റർ വേണം, ഷുഗർ 150 കിലോഗ്രാം, ഡാല് 75 കിലോഗ്രാം, മിൽക്ക് 125 ലിറ്റർ അല്ലേ? പിന്നെന്താണ് കേർഡ് 50 ലിറ്റർ, ജാഗറി 60 കിലോഗ്രാം, ചില്ലി 10 കിലോഗ്രാം, കൊറിയാൻഡർ 10 കിലോഗ്രാം, ഒണിയൻ 30 കിലോഗ്രാം, വിനേഗർ 3 ലിറ്റർ അല്ലേ? അപ്പോൾ ഈ ലിസ്റ്റ് കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതൊക്കെ അതിൽ ഏതാ വെയിറ്റ് നോക്കി വാങ്ങുന്നത്? ഏതൊക്കെയാണ്? ഈ കിലോഗ്രാം എന്നുള്ളതിലൊക്കെ എന്താണ് വെയിറ്റ് നോക്കി വാങ്ങുന്നതാണ് അല്ലേ? കിലോഗ്രാം അല്ലേ? അതായത് കട്ടിയുള്ള സാധനം സോളിഡ് ഐറ്റംസ് ഒക്കെ എന്താണ് നമ്മൾ കിലോഗ്രാമിലാണ് വാങ്ങുക. ലിക്വിഡ് ഐറ്റംസ്, അതായത് വെള്ളം പോലുള്ള ഐറ്റംസ് ഒക്കെ എന്താണ് ലിറ്ററിലാണ് വാങ്ങുക അല്ലേ? ഓക്കെ, അപ്പോൾ ഓയിൽ, അതുപോലെ നോക്കിയേ മിൽക്ക്, കേർഡ്, പിന്നെന്താ വരുന്നത് വിനേഗർ, ഇതൊക്കെ വെള്ളം പോലെ ലിക്വിഡ് ഐറ്റംസ് ആണല്ലോ അല്ലേ? ഒലിച്ചു പോകുന്ന ഐറ്റംസ് ആണ് അല്ലേ? അപ്പോൾ അതെന്താണ് ലിറ്ററിലാണ് വാങ്ങുക. അല്ലാത്ത നമ്മൾ കട്ടിയുള്ള സാധനം സോളിഡ് ഐറ്റംസ് ഒക്കെ എന്താണ് കിലോഗ്രാമിലാണ് വാങ്ങുക അല്ലേ? ഗ്രാമിലോ കിലോഗ്രാമിലോ വാങ്ങും അല്ലേ? അപ്പോൾ ബോട്ട് ബൈ വെയിറ്റ്. അപ്പോൾ വെയിറ്റ് നോക്കി വാങ്ങുന്നത് ഏതൊക്കെയാണെന്ന് നോക്കിയേ? സോൾട്ട് അല്ലേ? അവിടെ എഴുതുക സോൾട്ട്, റൈസ്, ഷുഗർ, ഡാല്, പിന്നെന്താണ് ജാഗറി, ചില്ലി, കൊറിയാൻഡർ, ഒണിയൻ അല്ലേ? ഇതൊക്കെയാണ് എന്ത് വെയിറ്റ് നോക്കിയിട്ട് വാങ്ങുന്നത്. അതേഴ്സ് ഏതൊക്കെയാണ്? ഓയില്, മിൽക്ക്, കേർഡ്, പിന്നെന്താണ് വിനേഗർ അല്ലേ? അവിടെ എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ നിയർ ടു ദ ഷോപ്പിലേക്ക് അല്ലേ? ലുക്ക് അറ്റ് ദ സ്റ്റോക്ക് ഷോൺ ഇൻ ദ ബോർഡ്. ഈ ബോർഡിലുള്ള സ്റ്റോക്ക് കണ്ടോ? ആ കടയിലുള്ള സാധനങ്ങളുടെ ലിസ്റ്റാണ് അല്ലേ? സ്റ്റോക്ക് ഇൻഫോർമേഷൻ അല്ലേ? റൈസ് അവിടെ 5 ടൺ ഉണ്ട്, ഷുഗർ 4 ടൺ ഉണ്ട്, ഡാൽ 2 ടൺസ് ഉണ്ട്, ബ്ലാക്ക് ഗ്രാം 3 കിൻഡൽ ഉണ്ട്, പിന്നെ അതുപോലെ ചില്ലി 2 കിൻഡൽസ് ഉണ്ട്, ഗ്രീൻ ഗ്രാം 1 ടൺ ഉണ്ട്, ജാഗറി 7 കിൻഡൽസ് ഉണ്ട്, റൈസിൻ ജേസിൻ മുന്തിരി അല്ലേ? ഉണക്കമുന്തിരി 1/4 കിൻഡൽ ഉണ്ട്, കാഷ്യൂ നട്ട് 1/2 കിൻഡൽ ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് എന്ത് ആ കടയിലുള്ള സാധനങ്ങളെ ലിസ്റ്റ്. 10 കിൻഡൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ടണ്ണും കിൻഡലും എന്താണെന്നുള്ളത്? വാട്ട് ഡു ദേ മീൻ? എന്താണ്? കിലോഗ്രാം എന്ന് കേട്ടില്ലേ? നമ്മൾ വെയിറ്റുള്ള സാധനങ്ങളൊക്കെ തൂക്കുന്നത് എന്താണ്? കിലോഗ്രാമിലാണ് അല്ലേ? അരി, പഞ്ചസാര ഒക്കെ കിലോഗ്രാമിലാണ് തൂക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ടണ്ണ് കണ്ടില്ലേ? അപ്പോൾ ടണ്ണ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, എന്താണ് ടണ്ണ്? 1000 കിലോഗ്രാം ആണെന്ത് ഒരു ടണ്ണ്. ഓക്കെ, എന്താണ്? 1000 കിലോഗ്രാം ആണെന്ത് ഒരു ടണ്ണ് എന്ന് പറയുന്നത്. 1000 അല്ലേ? 1000 കിലോഗ്രാം ആണെന്ത് ഒരു ടണ്ണ് അല്ലേ? അപ്പോൾ ഒരു കിൻഡൽ എന്ന് പറഞ്ഞാലോ 100 കിലോഗ്രാം അല്ലേ? 100 കിലോഗ്രാം ആണെന്ത് ഒരു കിൻഡൽ. ഓക്കെ, പിന്നെ നമുക്കറിയാം എന്ത് ഇതൊക്കെ നമ്മൾ ആദ്യം പഠിച്ചതാണ് അല്ലേ? 1000 ഗ്രാംസ് എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ആണ് കേട്ടോ. 1000 ഗ്രാംസ് എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം. 1000 ഗ്രാം ആണെന്ത് 1 കിലോ. ഇനി നോക്കിയേ, 100 കിലോഗ്രാം ആണെന്ത് ഒരു കിൻഡൽ. അപ്പോൾ കിൻഡൽ എന്താണെന്ന് മനസ്സിലായല്ലോ? എത്ര കിലോഗ്രാം ആണ് കിൻഡൽ? 100 കിലോഗ്രാം ആണെന്ത് ഒരു കിൻഡൽ എന്ന് പറയുന്നത് അല്ലേ? ഇനി 1 ടൺ എന്ന് പറഞ്ഞാലോ 1000 കിലോഗ്രാം. അപ്പോൾ 100 കിലോഗ്രാം ഒരു കിൻഡലും 1000 കിലോഗ്രാം ഒരു ടണ്ണുമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയാൽ 10 കിൻഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടണ്ണാണ് അല്ലേ? ഇവിടെ 100 കിലോഗ്രാം ആണല്ലോ ഒരു കിൻഡൽ. അപ്പോൾ അതിന് കൊടുത്തിട്ട് ഒരു 0 കൂടി കൊടുത്താൽ 1000 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ 10 കിൻഡലാണ് അല്ലേ? അപ്പോൾ 10 കിൻഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 കിലോഗ്രാം ആണ്. അപ്പോൾ 1 ടൺ ആണ് അല്ലേ? മനസ്സിലായല്ലോ? ഓക്കെ, ദെൻ ഇനി നോക്കിയേ, ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് റൈസ് ഡസ് ദ ഷോപ്പ് ഹാവ് ഇൻ സ്റ്റോക്ക്. അപ്പോൾ എത്ര കിലോഗ്രാം റൈസ് ആണ് ആ ഷോപ്പിലുള്ളത് ചോദിച്ചു. അപ്പോൾ നോക്കിയേ, റൈസ് എത്ര? 5 ടൺ അല്ലേ ഉള്ളത്? അപ്പോൾ ഒരു ടൺ എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം ആണ്? 1000 കിലോഗ്രാം അല്ലേ? അപ്പോൾ 5 ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എന്താ നോക്കിയാൽ ഇവിടെ റൈസ് 5 ടൺ ആണുള്ളത് അല്ലേ? അപ്പോൾ 5 ടൺ എന്ന് പറയുമ്പോൾ എത്രയാണ്? 5000 കിലോഗ്രാം ആണെന്ത് റൈസ് അവിടെ ഉള്ളത് അല്ലേ? അപ്പോൾ എത്ര കിലോഗ്രാം ആണ് റൈസ് അവിടെ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്? 1000 അല്ല സോറി 5 കിലോ ടൺ അല്ലേ? അപ്പോൾ 5000 കിലോഗ്രാം എന്ന് പറയണം. ഓക്കെ, ഇവിടെ 5000 കിലോഗ്രാം. ആൻഡ് ബ്ലാക്ക് ഗ്രാം, അപ്പോൾ ബ്ലാക്ക് ഗ്രാം ഇതിൽ ഉണ്ടോ ഇവിടെ? അതാ ബ്ലാക്ക് ഗ്രാം 3 കിൻഡലാണ് അല്ലേ? അപ്പോൾ 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മളിവിടെ പഠിച്ചത്? 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം ആണല്ലോ. അപ്പോൾ 3 കിൻഡൽ എന്ന് പറഞ്ഞാലോ
300 കിലോഗ്രാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നിങ്ങൾ എഴുതേണ്ടത്? ഇവിടെ 300 കിലോഗ്രാം എന്ന് എഴുതുക കേട്ടോ. 300 kg എന്ന് എഴുതുക, കിലോഗ്രാം. ഓക്കെ, ഇവിടെ എന്താണ് റൈസിൽ എത്ര നീ 5 ടൺ അല്ലേ, അപ്പോൾ 5000 കേട്ടോ. 5000 കിലോഗ്രാം എഴുതണം. 5000 kg എഴുതുക. ഓക്കെ, then next how many kilograms is a half quintal of cashew nut? അപ്പോൾ എത്ര കിലോഗ്രാം ആണ് ഹാഫ് ക്വിൻ്റൽ ഓഫ് കാഷ്യൂ നട്ട് എന്ന് പറഞ്ഞാൽ? അപ്പോൾ 1 ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 കിലോഗ്രാം ആണല്ലോ. അപ്പം ഹാഫ് ക്വിൻ്റൽ എന്ന് പറഞ്ഞാലോ ഒന്നിൻ്റെ പകുതി അല്ല ഹാഫ് പറയുന്നത്. അപ്പോൾ 100ൻ്റെ പകുതി 50 അല്ലേ? അപ്പോൾ 50 കിലോഗ്രാം ആണ് എന്ത് കാഷ്യൂ നട്ട് അവിടെ ഉള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ എന്താക്കണം? 50 കിലോഗ്രാം. ഹാഫ് ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 കിലോഗ്രാം. മനസ്സിലായോ? 15 കിലോഗ്രാം. ഓക്കെ, നെക്സ്റ്റ് ലുക്ക് അറ്റ് ദ സ്റ്റോക്ക് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഇനി നിങ്ങൾ സ്റ്റോക്ക് നോക്കിയിട്ട്, അതാണ് നമ്മളെ സ്റ്റോക്ക്, ആ സ്റ്റോക്ക് നോക്കിയിട്ട് ആ ടേബിൾ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞത്. നോക്കും, അപ്പോൾ ആ ടേബിളിൽ നോക്കിയിട്ട് ഇവിടെ നമ്മളെന്താണ് എന്തൊക്കെയാണ് സ്റ്റോക്ക് അത് കിലോഗ്രാമിൽ പറയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഷുഗർ എത്രയാണ്? 4 ടൺ ആണ് അല്ലേ? അപ്പോൾ എത്ര കിലോഗ്രാം എന്ന് പറയാം? 1 ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എത്ര കിലോഗ്രാം ആണ്? 1000 കിലോഗ്രാം ആണ് അല്ലേ? അപ്പോൾ 4 ടൺ എന്ന് പറഞ്ഞാലോ 4000 കിലോഗ്രാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ 4000 കിലോഗ്രാം എന്ന് എഴുതുക കേട്ടോ. 4000. ഓക്കെ, 4000 കിലോഗ്രാം. ഓക്കെ, കെ ജി എന്നൊക്കെ നിങ്ങൾ എഴുതുക കേട്ടോ. കിലോഗ്രാമിൻ്റെ ഷോർട്ടാണ് കെ ജി അല്ലേ? ഇനി ഡാല് എത്രയാണ് ഇതിലുള്ളത് നോക്കിയേ? എത്രയാണുള്ളത് ഡാല്? 2 ടണ്ണാണുള്ളത് അല്ലേ? അപ്പോൾ ഡാല് 2 ടണ്ണാണ് ആ നോട്ടീസിലുള്ളത് അല്ലേ? അപ്പോൾ 2 ടൺ എഴുതുക. ഓക്കെ, 2 ടൺ എഴുതുക. ഓക്കെ, ഇനിയാണ് 2 ടൺ എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം ആണ്? 2000 അല്ലേ? 1000 കിലോഗ്രാം ആണ് 1 ടണ്ണ്. അപ്പോൾ 2 ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2000 കിലോഗ്രാം. ഓക്കെ, നെക്സ്റ്റ് ചില്ലി എത്രയുള്ളത്? അവിടെ പോയി നോക്കിയാൽ എത്ര? 2 ക്വിൻ്റലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ 2 ക്വിൻ്റൽ അല്ലേ? ക്വിൻ്റൽ അല്ലേ? നിങ്ങൾ ഫുൾ എഴുതുക കേട്ടോ. ഞാൻ ടീച്ചർ QUI എഴുതുള്ളൂ കേട്ടോ, ക്വിൻ്റൽ. ഓക്കെ, അപ്പം 2 ക്വിൻ്റൽ. അപ്പോൾ എത്ര കിലോഗ്രാം പറയാം? 1 ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 കിലോഗ്രാം ആണല്ലോ. അപ്പോൾ 2 ക്വിൻ്റൽ എന്ന് പറഞ്ഞാലോ 200 കിലോഗ്രാം അല്ലേ? അപ്പോൾ 200 കിലോഗ്രാം. ഓക്കെ, കെ ജി എഴുതുക. നെക്സ്റ്റ് ഗ്രീൻ ഗ്രാം എത്രയുള്ളത്? 1 ടണ്ണാണുള്ളത് അല്ലേ? അപ്പോൾ 1 ടൺ ഗ്രീൻ ഗ്രാം. ആ മുകളിലത്തെ ഇതിലാട്ടോ നോക്കട്ടെ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ വിവരമല്ലേ? അതിലുണ്ട് കേട്ടോ. അപ്പോൾ 1 ടണ്ണാണ് എന്തുള്ളത്? ഗ്രീൻ ഗ്രാം ഉള്ളത് അല്ലേ? അപ്പോൾ കിലോഗ്രാമിൽ നമ്മൾ എത്ര പറയാം? 1 ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 അല്ലേ? അപ്പോൾ 1000 കിലോഗ്രാം എന്ന് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ജാഗരി എത്രയുള്ളത് നോക്കിയാൽ 7 ക്വിൻ്റലാണുള്ളത് അല്ലേ? അപ്പോൾ 7 ക്വിൻ്റലാണ് എന്ത് ജാഗരി ഉള്ളത് കേട്ടോ. 7 ക്വിൻ്റലാണ് എന്ത് ജാഗരി ഉള്ളത് അല്ലേ? അപ്പോൾ 7 ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 കിലോഗ്രാം അല്ലേ? അപ്പോൾ 7 ക്വിൻ്റൽ എന്ന് പറഞ്ഞാലോ 700 കിലോഗ്രാം അല്ലേ? 700 കിലോഗ്രാം ഒക്കെ നിങ്ങൾ എഴുതുക. ഇനി റൈസിന് എത്രയുള്ളത്? 1/4 ക്വിൻ്റലാണുള്ളത് അല്ലേ? അപ്പോൾ 1/4 ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഹാഫ് അല്ലേ? ഹാഫ് ക്വാർട്ടറൊക്കെ നമ്മൾ അറിയാം അല്ലേ? അപ്പം 1 ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 കിലോഗ്രാം അല്ലേ? അപ്പോൾ ഹാഫ് ക്വിൻ്റൽ എന്ന് പറഞ്ഞാലോ 50 കിലോഗ്രാം. അപ്പോൾ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെയും പകുതി അല്ലേ? അപ്പോൾ എത്ര? 25 അല്ലേ? അപ്പോൾ 25 കിലോഗ്രാം ആണ് എന്ത് റൈസിനുള്ളത്. 25 kg. ഓക്കെ, നെക്സ്റ്റ് എന്താ നോക്കിയേ? 1 ടൺ എ ലോറി വിത്ത് ഗുഡ്സ് ഹാസ് കം ടു ദ ഷോപ്പ്. അങ്ങനെ എന്താണ് കുറേ സാധനങ്ങളായിട്ടൊരു ലോറി എന്താക്കി ഷോപ്പിലേക്ക് വന്നു അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ചാക്കൊക്കെ പറഞ്ഞില്ലേ? 1 സാക്ക് കണ്ടെയ്ൻസ് 50 kilograms ഓഫ് റൈസ്. അപ്പോൾ ഒരു ചാക്കിലുള്ളത് എന്താണ്? 50 കിലോഗ്രാം അരിയാണ് ഉള്ളത് അല്ലേ? വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് 2 sacks ഓഫ് 50 kilograms ഈച്ച്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 50 കിലോഗ്രാം ഉള്ള 2 ചാക്കിൽ എത്ര വെയിറ്റ് ഉണ്ടാവുമെന്ന് വെച്ചത് അല്ലേ? 50 കിലോഗ്രാമിൽ ഒരു ചാക്കിൽ, അപ്പോൾ 2 ചാക്കിലായിട്ട് 50 + 50 എത്ര? 100 കിലോഗ്രാം അല്ലേ? അപ്പോൾ 1 ക്വിൻ്റൽ എന്ന് പറയാം നമുക്ക് അല്ലേ? അപ്പോൾ 100 കിലോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ക്വിൻ്റൽ അല്ലേ? അപ്പോൾ എന്താണ്? 100 കിലോഗ്രാം അല്ലെങ്കിൽ 1 ക്വിൻ്റൽ എന്ന് പറയാം കേട്ടോ. ടു മേക്ക് എ ടൺ ഹൗ മെനി 50 കിലോഗ്രാം സാക്ക് ആർ നീഡഡ്? അങ്ങനെയാണെങ്കിൽ
ഒരു ടണ്ണാവാൻ എത്ര കിലോഗ്രാം 50 എത്ര ചാക്ക് വേണം 50 കിലോഗ്രാമിൻ്റെ നയിച്ചത്. അപ്പോൾ എത്ര ചാക്ക് വേണം നോക്കിയേ, 50 കിലോഗ്രാം അല്ലേ ഒരു ചാക്കിലുള്ളത്. അപ്പോൾ ഒരു ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1000 ആണ് അല്ലേ. ഒരു ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1000 ആണ്. എന്ത് 1000 കിലോഗ്രാം ആണെന്ത് ഒരു ടൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു ചാക്കിൽ 50 ആണെങ്കിൽ എത്ര ചാക്ക് വേണം, 1000 കിലോഗ്രാം ആവണമെങ്കിൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ 50നോട് എന്ത് ഇൻറ്റു ചെയ്തതിലാണ് 1000 കിട്ടുക വയ്ക്കുക, അല്ലെങ്കിൽ 1000നോട് 50 ഡിവൈഡ് ചെയ്യുക അല്ലേ. അല്ലെങ്കിൽ 50, 100, 150, 200, 250, 300, 350, 400, 450 അങ്ങനെ എണ്ണിയും പോവുക അല്ലേ. അപ്പോൾ കുറച്ച് അധികം ഉണ്ട്, 1000/50 ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എത്രയാണ്, 20 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ 20 ചാക്കാണ് എന്ത് വേണ്ടത് നമുക്ക്, 20 സാക്സ് ആണ് എന്ത് ഇവിടെ ആവശ്യം അല്ലേ. അപ്പോൾ 20 × 50 ചെയ്ത് നോക്കൂ, 1000 അല്ലേ. അപ്പോൾ ഒരു ടൺ ആവണമെങ്കിൽ 20 ചാക്ക് വേണമെന്നാണ് കേട്ടോ. 50 കിലോൻ്റെത് 20 ചാക്കാണ് വേണ്ടത്. ദെൻ നെക്സ്റ്റ് നോക്കൂ, ഹൗ മെനി 25 കിലോഗ്രാം സാക്ക് മേക്ക് എ ടൺ. അങ്ങനെയാണെങ്കിൽ 25 കിലോഗ്രാമിൻ്റെ ചാക്കുകൾ ഒരു ടണ്ണിൽ ആവണമെന്നുണ്ടെങ്കിൽ എത്ര, ഹൗ മെനി 25 കിലോഗ്രാം സാക്സ്. അപ്പം 25 കിലോയുടെ എത്ര ചാക്കുകൾ ചേർന്നാലാണ് ഒരു ടൺ ആവുക എന്ന് ചോദിച്ച്. അപ്പോൾ എത്ര ആയിരിക്കും, 25 കിലോഗ്രാമിൻ്റെ എത്ര ചാക്ക് ചേർന്നാൽ ഒരു ടണ്ണാവും. അപ്പോൾ നോക്കിയാൽ 25 കിലോഗ്രാം അല്ലേ. അപ്പോൾ 25 കിലോഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താക്കുക, ഒരു ടൺ എന്ന് പറഞ്ഞാൽ 1000 അല്ലേ. അപ്പോൾ 1000 ഡിവൈഡഡ് ബൈ 25 ചെയ്താൽ മതി. അല്ലെങ്കിൽ 25നോട് എന്ത് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 1000 കിട്ടുക നോക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കുക, 25 × 100 ആദ്യം നോക്കുക. 25നോട് എന്ത് ഇൻറ്റു ചെയ്താലാണ് 100 കിട്ടുക, 4 അല്ലേ. 4 ഇൻറ്റു ചെയ്താലാണ് എന്ത് 100 കിട്ടുക അല്ലേ. അപ്പോൾ 1100ൻ്റെ കൂട്ടത്തിൽ എന്താണ് 100ആണല്ലോ കിട്ടുന്നത്. ഓക്കെ, 25നോട് 4 ഇൻറ്റു ചെയ്താൽ എന്താണ് 100 കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് കിട്ടേണ്ടത് എന്താണ്, 1000 അല്ലേ കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലൊരു 0 ഇട്ട് കൊടുത്താൽ 1000 ആണ് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ ഈ 4ൻ്റെ കൂട്ടത്തിലൊരു 0 കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 25 × 40 അല്ലേ. അപ്പോൾ 25 × 40 ആണ് 1000. അപ്പോൾ എത്ര ചാക്കാണ്, 40 ചാക്ക് ചേർന്നാലാണെന്ത് 1000 കിട്ടുക. മനസ്സിലായല്ലോ. മനസ്സിലാവും, ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു ടണ്ണ് 25 കിലോൻ്റെ എത്ര ചാക്ക് ചേർന്നാലാണ് ഒരു ടണ്ണാവുക എന്ന് വെച്ചാൽ, അപ്പോൾ നമ്മളെന്താണ് 1000 ഡിവൈഡഡ് ബൈ 25 ചെയ്താൽ 40 കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക, 25 കിലോ ആണല്ലോ. അപ്പോൾ 25 നമ്മൾ ആദ്യം എന്താണ് 100 നോക്കുക. 25നോട് എന്ത് ഇൻറ്റു ചെയ്താലാണ് 100 കിട്ടുക, 4 അല്ലേ. 25 25 25 25 അല്ലേ. അപ്പോൾ 100 കിട്ടും. അപ്പോൾ എന്താണ് നമുക്ക് 1000 ആണ് വേണ്ടത്. അപ്പോൾ 100ലേക്ക് ഒരു 0 ചേർന്നാൽ 1000 ആണല്ലോ. അപ്പോൾ 4ൻ്റെ കൂട്ടത്തിലൊരു 0 കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, നമുക്ക് 40 അല്ലേ. മനസ്സിലായല്ലോ. ദെൻ 25 × 40, അപ്പോൾ 40 ചാക്ക് ചേർന്നാലാണ് ഒരു ടണ്ണാവുക 25 കിലോൻ്റെ. ഓക്കെ, ഇനി ടൺ ആൻഡ് കിൻഡലാണ് കേട്ടോ. നോക്കൂ, ടൺ ആൻഡ് കിൻഡൽ. ഇനി എന്താണ്, സീ ദ ഗുഡ്സ് അൺലോഡഡ് അറ്റ് ദ ഷോപ്പിലേക്ക് എന്താണ് സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് അല്ലേ. കാൽക്കുലേറ്റ് ദ വെയിറ്റ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. എന്താണ് ഈ വെയിറ്റ് ഒക്കെ നോക്കുക, കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കിയാൽ ഐറ്റംസ് റൈസ്, ഷുഗർ, ഡാല്, ബ്ലാക്ക് ഗ്രാം, ഗ്രീൻ ഗ്രാം, ചില്ലിയൊക്കെ ഉണ്ട് അല്ലേ. ഇനി എന്താണ്, നമ്പർ ഓഫ് സാക്സ് ഉണ്ട് അല്ലേ. എത്ര ചാക്കിൻ്റെ എണ്ണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ഓഫ് 1 സാക്ക്, ഒരു ചാക്കിലുള്ള വെയിറ്റും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ടോട്ടൽ വെയിറ്റ് ആണ് ഇവിടെ അല്ലേ. കിലോഗ്രാമിലും കിൻഡലിലും ടണ്ണിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നോക്കിയാൽ റൈസ് എത്ര ചാക്കാണുള്ളത്, 40 അല്ലേ. അപ്പോൾ ഒരു ചാക്കിലുള്ളത് എത്രയാണ്, 50 ആണ് അല്ലേ. അപ്പം മൊത്തം എത്ര കിലോഗ്രാം ഉണ്ട്, 40 × 50 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, ആദ്യം 2 0 നമുക്ക് എന്താക്കുക മാറ്റി വെക്കുക അല്ലേ. 2 0 കൊണ്ട് മാറ്റി വെച്ചു. അപ്പോൾ ബാക്കി എന്താ ഉള്ളത്, ഈ 0 മാറ്റിച്ചല്ലേ. ഇനി 4 × 5 എത്ര, 20 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, ഇവിടെ 20 എന്ന് എഴുതുക. അപ്പോൾ എത്ര, 2000 കിലോഗ്രാം ആണ് അല്ലേ. അപ്പോൾ 2000 കിലോഗ്രാം. ഇനി അത് എത്ര കിൻഡലാണ്, 100 കിലോ ആണല്ലോ ഒരു കിൻഡൽ. അപ്പോൾ 2000 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര, 20 കിൻഡൽ അല്ലേ. അപ്പോൾ 20 കിൻഡൽ ഇവിടെ. ഇനി അത് എത്ര ടണ്ണാണ്, ഒരു ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണല്ലോ. അപ്പോൾ 2000 എന്ന് പറഞ്ഞാൽ എത്ര, 2 ടൺ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഷുഗർ നോക്കിയാൽ എത്ര ചാക്കുണ്ട്, 20 ചാക്കുണ്ട് അല്ലേ. ഒരു ചാക്കിൽ എത്ര, 50 കിലോഗ്രാം ആണുള്ളത്. അപ്പോൾ നമുക്ക് എന്താക്കുക, എത്ര ടോട്ടൽ എത്ര കിലോഗ്രാം ഉണ്ട്, 20 × 50 അല്ലേ. 0 ആദ്യം മാറ്റി വെക്കുക, 2 × 5 10 അല്ലേ. അവിടെ മാറ്റി വെച്ച 0 കൂടി ഇട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ എത്രയായി, 10ഉം പിന്നെ മാറ്റി വെച്ച 2 0 കൂടി. അപ്പോൾ എത്രയാ, 1000 അല്ലേ. അപ്പോൾ 1000 എന്ന് പറഞ്ഞാൽ എത്ര കിൻഡലാണ്, 100 കിലോഗ്രാം ആണ് ഒരു കിൻഡൽ അല്ലേ. അപ്പോൾ 10 കിൻഡലാണ് എന്ത്, 1000 കിലോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്ര ടണ്ണാണ്, ഒരു ടൺ എന്ന് പറഞ്ഞാൽ 1000 അല്ലേ. അപ്പോൾ അത് ഒരു ടൺ തന്നെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡാല് 25 കിലോ ആണ് ഒരു ചാക്കിലുള്ളത്. 25 ചാക്കാണുള്ളത്.
പിന്നെ ഒരു ചാക്കിലുള്ള കിലോഗ്രാം എത്രയാണ് 20 ആണ് അല്ലേ. അപ്പം 25 ചാക്ക് ഉണ്ട്, ഒരു ചാക്കിലുള്ള വെയിറ്റ് 20 അല്ലേ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ വെയിറ്റ് എങ്ങനെ കാണുക? പൂജ്യം ഇവിടെ മാറ്റി വെക്കുക. പൂജ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. ഓക്കെ. പിന്നെ 25 × 2 ആണല്ലോ 50 അല്ലേ. അപ്പോൾ 50 എഴുതുക. ഓക്കെ, 50. അപ്പോൾ എത്ര? 500 കിലോ ആണുള്ളത് അല്ലേ. അപ്പോൾ കിൻഡൽ നമുക്ക് എങ്ങനെ പറയാം? എത്ര കിൻഡൽ ഉണ്ട്? 100 കിലോ ഉള്ള ഒരു കിൻഡൽ 500 കിലോ പറഞ്ഞാലോ 5 കിൻഡൽ. ഓക്കെ ദെൻ. അപ്പോൾ എത്ര ടണ്ണാ അത്? 1/2 ടൺ എന്ന് പറയാം അല്ലേ. ഹാഫ് ടൺ അല്ലേ. ഹാഫ് എന്ന് പറയാം. 1/2 അല്ലേ. ഹാഫ് ടൺ. HALF എന്ന് എഴുതിയാലും മതി കേട്ടോ. ദെൻ നെക്സ്റ്റ് ബ്ലാക്ക് ഗ്രാം നോക്കിയാൽ എത്ര ചാക്കുണ്ട്? 5 ചാക്കിൽ. ഒരു ചാക്കിൽ എത്ര? 10 കിലോ ആണുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക? ടോട്ടൽ വെയിറ്റ് എത്രയാ? 50 അല്ലേ. 50 കിലോഗ്രാം ആണുള്ളത്. അത് എത്ര കിൻഡൽ പറയും നമ്മൾ? ഒരു 100 കിലോ ആണല്ലോ ഒരു കിൻഡൽ. അപ്പോൾ 50 കിലോ പറയുമ്പോൾ എന്താണ്? ഹാഫ് അല്ലേ. ഹാഫ് കിൻഡൽ എന്ന് പറയാം അല്ലേ. ഒന്നെങ്കിൽ 1/2 എന്ന് എഴുതുക, അല്ലെങ്കിൽ HALF എന്ന് എഴുതുക. ഓക്കെ, LF അല്ലേ. പിന്നെ നെക്സ്റ്റ് നോക്കൂ, ഗ്രീൻ ഗ്രാം എത്ര ചാക്കുണ്ട്? 5. ഒരു ചാക്കിൽ എത്ര? 50 അല്ലേ. അപ്പോൾ എന്താണ് ടോട്ടൽ വെയിറ്റ് എത്രയാണ്? 0 ഇവിടെ എഴുതുക. 5 5 25 അല്ലേ. അപ്പം 250 അല്ലേ. അപ്പം എത്ര? 250 കിലോഗ്രാം ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കിൻഡലിൽ എത്രയാന്ന് പറയാം? 2.5 കിലോഗ്രാം എന്ന് നമുക്ക് പറയാം കേട്ടോ, കിൻഡൽ. ഓക്കെ, 100 കിലോഗ്രാം ആണല്ലോ ഒരു കിൻഡൽ. അപ്പം 200 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 2 കിൻഡൽ. 50 കൂടി ആകുമ്പോൾ ഹാഫ് അല്ലേ. അപ്പോൾ 2.5 കിൻഡലാണ് എന്ത് ഇവിടെ ഇത് വരുന്നത് അല്ലേ. അപ്പോൾ അത് 2.5 എന്നില്ല. അപ്പോൾ അത് എന്താ ടണ്ണിൽ എങ്ങനെ പറയാം? 1000 കിലോഗ്രാം ആണ് ഒരു ടണ്ണ്. പിന്നെ 500 കിലോഗ്രാം ആണെന്ത്? ഹാഫ് ടണ്ണ്. അപ്പോൾ ക്വാർട്ടർ ആണെന്ത്? 250 എന്ന് പറയുന്നത് കേട്ടോ. 250 ആണത്. ഓക്കെ, അപ്പോൾ 250 എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? ക്വാർട്ടർ അല്ലേ. അപ്പം ഇത് എത്രയാണ്? ക്വാർട്ടർ എന്ന് എഴുതാം. QUARTER അല്ലേ. QUARTER. ഓക്കെ. ദെൻ ചില്ലി നോക്കിയേ എത്ര ചാക്കുണ്ട്? 4 ചാക്കുണ്ട് അല്ലേ. ഒരു ചാക്കിൽ എത്ര? 50 അല്ലേ. അപ്പോൾ ടോട്ടൽ വെയിറ്റ് എത്രയാണ്? അപ്പം 0 അവിടെ മാറ്റി വെക്കുക. 4 × 5 20 അല്ലേ. അപ്പോൾ 200 അല്ലേ. അപ്പോൾ 200 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 200 കിലോഗ്രാമാണ് ടോട്ടൽ അല്ലേ. അപ്പോൾ എത്ര കിൻഡൽ ഉണ്ടത്? 100 കിലോഗ്രാം ആണല്ലോ ഒരു കിൻഡൽ. അപ്പോൾ 200 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാ? 2 കിൻഡൽ. മനസ്സിലായല്ലോ? ഓക്കെ. ദെൻ അപ്പോൾ എത്രയേ ഉള്ളത് അല്ലേ. നെക്സ്റ്റ്, വാട്ട് ഈസ് ലെഫ്റ്റ്? ബാക്കി എന്ത് എന്നുള്ളതാണ് അല്ലേ. എ മാൻ ഇൻ ദ ഷോപ്പ് വെയിറ്റ് സം ഓഫ് ദ ഐറ്റംസ് ബോട്ട് ഫോർ ദ വെഡ്ഡിങ് ഫീസ്റ്റ്. അപ്പോൾ വെഡ്ഡിങ് ഫീസ്റ്റിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ അയാൾ എന്താണ്? അപ്പോൾ വെഡ്ഡിങ് ഫീസ്റ്റിനുള്ള സാധനങ്ങൾ തൂക്കി തന്നത് എന്താണ്? ഒരാളാണ് അല്ലേ, വേറൊരാളാണ് അല്ലേ. അപ്പോൾ ഹി ടുക്ക് ദം ഫ്രം 1 കിലോഗ്രാം പാക്കറ്റ്. അയാൾ എടുത്തിരിക്കുന്നത് എന്താണ്? 1 കിലോഗ്രാം പാക്കറ്റിൽ നിന്നാണ് എന്താക്കിയത്? എല്ലാ സാധനങ്ങളും എടുത്തിരിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഈസ് ലെഫ്റ്റ് ഇൻ ഈച്ച് പാക്കറ്റ്? ഓരോ പാക്കറ്റ് എത്ര ബാക്കി ഉണ്ടെന്ന് വെച്ച്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ വെയിറ്റ് ഐറ്റംസ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, ബാക്കിയുള്ള എത്രയാണെന്ന് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ കാർഡമൺ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര വെയിറ്റ് ആണ് അതിലുള്ളത്? ബാക്കി എത്രയാണ്? 1 കിലോഗ്രാം ആണെന്ന് പറഞ്ഞാൽ എത്ര? 1000 ഗ്രാം അല്ലേ. അപ്പോൾ 1000 ഗ്രാം 250 എടുത്താൽ എത്രയാണ്? 1000 - 250 ചെയ്ത് വെക്കുക. അപ്പോൾ എത്രയാണ്? 750 ഗ്രാം ഉണ്ടാവും ബാക്കി അല്ലേ. അപ്പോൾ 750 ഗ്രാം എന്ന് എഴുതുക. ഓക്കെ, ഗ്രാം എഴുതുക. ഗ്രാം. ഓക്കെ. ദെൻ നെക്സ്റ്റ്, ക്യാഷ് യൂണിറ്റ് 1 കിലോഗ്രാം വെയിറ്റ് നിന്ന് എടുത്താൽ 900 ഗ്രാം എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ 1000 നിന്ന് 900 കുറച്ച് എന്താണ് കിട്ടുക? 100 അല്ലേ. ബാക്കിയുള്ളത് 100 ആണ് അല്ലേ. 1 കിലോ വെയിറ്റ് എന്നാണ് ഇതൊക്കെ എടുത്തിരിക്കുന്നത് അല്ലേ. 1 കിലോ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണ്. അപ്പോൾ 1000 ഗ്രാമിന് 900 എടുത്താൽ എത്രയാണ്? 100 ആണ് ബാക്കി ഉണ്ടാവുക അല്ലേ. ദെൻ നെക്സ്റ്റ്, റൈസിന് എടുത്തിരിക്കുന്നത് എന്താണ്? 1000 ഗ്രാം എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പം 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം അല്ലേ. 1000 ഗ്രാമിന് 1000 ഗ്രാം എടുത്താൽ ബാക്കി എത്ര ഉണ്ടാവുക? 0 ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കൂ, ടർമറിക് എടുത്തിരിക്കുന്നത് 750 ഗ്രാം ആണ്. എത്ര? 1 കിലോ ഒന്ന് അല്ലേ. 1 കിലോ എടുത്താൽ 1000 ഗ്രാം അല്ലേ. 1000 750 കുറച്ച് എത്ര? 250 അല്ലേ. അപ്പോൾ 250 ഗ്രാം ആണെന്ത് ഇതിൽ ബാക്കി ഉണ്ടാവുക, ലെഫ്റ്റ് ഉണ്ടാവുക കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കിയാൽ കുമിൻ ആണ് എടുത്തിരിക്കുന്നത് അല്ലേ. 500 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കിലോ എന്നാണല്ലോ എടുത്തത്. 1 കിലോ എന്ന് 1/2 കിലോ എടുത്താൽ എത്ര ബാക്കി ഉണ്ടാവുക? 1/2 കിലോ അല്ലേ. അതായത് 1000 500 കുറച്ച് എത്രയാണ്? 500. അപ്പോൾ എത്രയും ബാക്കി ഉള്ളത് അല്ലേ? 500. ദെൻ
വാട്ട് ഇസ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ഐറ്റംസ് ബോട്ട്? അങ്ങനെയാണെങ്കിൽ മൊത്തം ഒരു എത്ര വെയിറ്റ് എന്താണ് അയാൾ വാങ്ങിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്, മൊത്തം വെയിറ്റാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി നോക്കുക അല്ലേ, ഒക്കെ ഗ്രാമിലാണല്ലോ. അപ്പോൾ 250 + 900 + 1000 + 750 + 500 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, ഈ 250 750 എത്രയാണ്, 1000 ആയല്ലോ. ഓക്കെ, അപ്പോൾ 1000 പിന്നെ ഈ 1000 ഇപ്പോൾ 1000 + 1000 2000 ആയി അല്ലേ. ഇനി എന്താ 2000 + 500 2500. ഇനി 2500 + 900 എത്രയാണ്? 3400 അല്ലേ. അപ്പം 3400 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3000 + 400 അല്ലേ. അപ്പോൾ 3000 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 കിലോ അല്ലേ. അപ്പോൾ 3 കിലോഗ്രാമും 400 ഗ്രാമും ആണെന്ത് ബാക്കി ഉണ്ടാവുക. ഒന്നുകൂടി ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം ഇതൊക്കെ എല്ലാം കൂടി പ്ലസ് ചെയ്ത് വെക്കുക. നോക്ക്, 0 0 എല്ലാം കൂടി കൂട്ടി എന്താ ഇത് കിട്ടുക? അവിടെ 0 കിട്ടും അല്ലേ. ഇവിടെ 0 കിട്ടുക. പിന്നെ ഈ 5ഉം 5ഉം 10 അല്ലേ. അപ്പോൾ 10ൽ 0 ഇവിടെ എഴുതും. ഇനി 1 ഇവിടെ ബാലൻസ് ഉണ്ടല്ലോ. ഇനി 1ഉം 2ഉം എത്രയാണ്? 3 3 9 എത്രയാണ്? 12 അല്ലേ. ഇവിടെ അല്ല, 12ഉം 7 എത്രയാണ്? 19 അല്ലേ. 19ഉം 5ഉം എത്രയാണ്? 19 20 21 22 23 24 അല്ലേ. 24. അതിൽ 4 ഇവിടെ ഇതും 2 ബാലൻസ് അല്ലേ. ഇനി എന്താണ് 2 ഇവിടെ അതാ 1 3 അല്ലേ. അപ്പോൾ ഇനി ഇവിടെ 3. അപ്പോൾ 3400 അല്ലേ. 3400 എന്ന് കിട്ടും. അപ്പോൾ 3400 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3000 + 400 അല്ലേ. അപ്പോൾ 3000 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര? 3000 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര? 1000 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ആണല്ലോ. അപ്പോൾ 3000 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര? 3 കിലോഗ്രാം. ഓക്കെ, അപ്പോൾ 3000 ഗ്രാമും 400 ഗ്രാമും അല്ലേ. അപ്പോൾ 3000 ഗ്രാമിനെ നമ്മൾ 3 കിലോഗ്രാം എന്നാക്കി, 400 ഗ്രാമിനെ 400 ഗ്രാം എന്ന് എഴുതി. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്കൂ, വാട്ട് ഈസ് ദ വെയിറ്റ്? ഇനി എന്താ വെയിറ്റ്? ഇറ്റ് സേസ് 12 പോയിന്റ്സ് ഇങ്ങനെ പറയുന്നുണ്ട് അല്ലേ. കണ്ടോ, 0.00 അല്ലേ. വാട്ട് ഇസ് ദ വെയിറ്റ്? എന്താ അതിൻ്റെ വെയിറ്റ്? അപ്പോൾ അയാൾ പറയണല്ലേ 12 കിലോഗ്രാം ആണ് ആ വെയിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ കാണിക്കുന്ന വെയിറ്റ്, ഇത് കാണിക്കുന്ന ഈ 3 പൂജ്യം അല്ലേ, പോയിന്റ് കഴിഞ്ഞുള്ള 3 പൂജ്യം കാണിക്കുന്നത് എന്താണ്? ഗ്രാമുമാണ് കാണിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഇതെന്താണ്? ഈ പോയിന്റിൻ്റെ മുന്നേ ഉള്ളത് കിലോഗ്രാമിലാണ് കാണിക്കുക. റൈറ്റ് ദ വെയ്റ്റ്സ് ഇൻ ദ ടേബിൾ ബിലോ. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞേ, ഡിസ്പ്ലേ മെഷീനിൽ കാണിക്കുന്ന വെയിറ്റ് ഇങ്ങനെയാണ്. അപ്പോൾ നോക്കിയാൽ ഇവിടെ 10.00 അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എത്രയാണ്? 10 kg എന്ന് പറയാം. ഓക്കെ, 10 കിലോഗ്രാം. ഓക്കെ, നിങ്ങൾ കിലോഗ്രാം എന്നൊന്നെങ്കിൽ കിലോഗ്രാം ഫുള്ളായിട്ട് എഴുതുക, kg എന്ന് എഴുതുക. ദെൻ 13.070 അല്ലേ. അപ്പോൾ ഇതിന് പറയുന്നത് 13 കിലോഗ്രാം എന്താണ്? കിലോഗ്രാംസ് 70 ഗ്രാം എന്ന് പറയും. ഇനി നോക്കിയാൽ 7.250 അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ പറയാം? 7 കിലോഗ്രാംസ് പിന്നെ എന്താ കിലോഗ്രാംസ് പിന്നെ 250 ഗ്രാം. 250 ഗ്രാം. ഓക്കെ, നെക്സ്റ്റ് 0.500 അല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയുക? 500 ഗ്രാം എന്ന് പറയാം അല്ലേ. കിലോഗ്രാമിൻ്റെ അവിടെ 0 അല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ 500 ഗ്രാം, 500 ഗ്രാം എന്ന് പറയാം കേട്ടോ. ഓൺലി 500 ഗ്രാം. നെക്സ്റ്റ് 1.005 അല്ലേ. അപ്പോൾ അത് എന്താണ്? 1 kg 1 ഗ്രാം കേട്ടോ. 1 kg പിന്നെ 5 അല്ല അവിടെ 5 ഗ്രാം. ഓക്കെ, 5 ഗ്രാം. നെക്സ്റ്റ് 9.900 അല്ലേ. അപ്പോൾ 9 kg എന്താണ്? 900 ഗ്രാം. 900 ഗ്രാം കേട്ടോ. 900 ഗ്രാം. ഓക്കെ, ദെൻ നോക്കൂ, അടുത്തത് എന്താണ്? കിൻഡലാണ് കേട്ടോ. 50 rupees wages for 1 കിൻഡൽ. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു കിൻഡലിന് എന്താണ്? 50 റുപ്യ കൂലി വേണമെന്ന് ഇയാൾ പറയുകയാണല്ലേ. ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു കിൻഡലിന് 50 റുപ്യ. അപ്പോൾ the vegetables Milan and father both were loaded in a goods carrier. അപ്പോൾ ഗുഡ്സ് കാരിയറിലാണ് എന്ത്? മിലാനും ഫാദറും കൂടി സാധനങ്ങൾ, വെജിറ്റബിൾസ് ഒക്കെ ലോഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. വാങ്ങിയ സാധനങ്ങളൊക്കെ കയറ്റുന്നത്. അപ്പോൾ നോക്കിയേ, ഒക്രക്ക് 10 കിലോഗ്രാം, പംകിൻ 25 കിലോഗ്രാം, പൊട്ടറ്റോ 50 കിലോഗ്രാം, ടൊമാറ്റോ 15 കിലോഗ്രാം, ഗ്രീൻ ചില്ലി 2500 ഗ്രാം, പിന്നെന്താണ്? മാംഗോ 5 കിലോഗ്രാം, ക്യാരറ്റ് 10 കിലോഗ്രാം, ഒണിയൻ 30 കിലോഗ്രാംസ്, ജിഞ്ചർ 3500 ഗ്രാം അല്ലേ. ഈസ് ദ ടോട്ടൽ വെയിറ്റ് മോർ ദാൻ കിൻഡൽ ഓർ ലെസ്? ഇത് കിൻഡലിൽ കൂടുതലുണ്ടോ അല്ലെങ്കിൽ കുറവാണോ എന്ന് വെച്ചാൽ, കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്ര ഇരുന്നേ? എത്ര ഓർമ്മ ഉണ്ടോ? കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 kg അല്ലേ. 100 കിലോഗ്രാമിനാണ് ഒരു കിൻഡൽ എന്ന് പറയുന്നത് അല്ലേ.
അപ്പോൾ എന്താണ് ഇത് 100 കിലോഗ്രാമിന് കൂടുതലാണോ കുറവാണോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി നോക്കിയേ ഇത് 10 കിലോഗ്രാം അല്ലേ. അപ്പോൾ കിലോഗ്രാമിനൊക്കെ നമുക്ക് കൂട്ടുക, ഗ്രാമിന് അവിടെ കിടക്കട്ടെ. കിലോഗ്രാമിനൊക്കെ ആദ്യം കൂട്ടുക. അപ്പോൾ ഇതൊക്കെ കിലോഗ്രാമാണ്. ഓക്കെ, ഇതൊക്കെ കിലോഗ്രാമാണ്. ഏതൊക്കെയാണ് ഇതൊക്കെ? 10 കിലോഗ്രാം. ഇത് കിലോഗ്രാമാണ്, ഇത് കിലോഗ്രാമാണ്, ഇത് കിലോഗ്രാം, ഇത് കിലോഗ്രാം, മറ്റേ ഗ്രാമാണ്. ഇത് കിലോഗ്രാം, ഇത് കിലോഗ്രാം, ഇത് കിലോഗ്രാമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ കിലോഗ്രാമിനൊക്കെ ആദ്യം കൂട്ടുക. 10 + 25 എത്രയാണ്? 35. 35ഉം 50ഉം എത്രയാണ്? 85. 85ഉം 15 എത്രയാണ്? 90. 100 കിലോഗ്രാം. ഇതിപ്പോൾ ഒരു കിൻഡലായി അല്ലേ. ഇത് 100 കിലോഗ്രാം. ഇനി ഇത് 5 അല്ലേ. 105, 115, 145 അല്ലേ. അപ്പം 145 കിലോഗ്രാമായി. അവിടെ 145 കിലോഗ്രാം. ഓക്കെ, 145 കിലോഗ്രാം ആയിട്ട് ഇവിടെ. ഇനിയോ ഇവിടെ നോക്കി ഗ്രാമിൽ പറയുന്നുണ്ട് അല്ലേ. 2500 ഗ്രാം ഉണ്ട് ഇവിടെ. ഇവിടെ 2500 ഗ്രാമും ഇവിടെ എത്രയാണ്? 3500 ഗ്രാമും ആണ് അല്ലേ. അപ്പോൾ 2500 ഗ്രാമും 3500 ഗ്രാമും ആണല്ലോ. അപ്പോൾ ഈ ഗ്രാമുകൾ തമ്മിൽ കൂട്ടിയാൽ 2500 + 3500 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 0 0 0 അല്ലേ. പിന്നെ 5 + 5 എത്രയാണ്? 10. 10ൽ 1 ബാലൻസ് ഉണ്ടാവും അല്ലേ. പിന്നെ എന്താണ് ഇതിവിടെ 1 ബാലൻസ് കൊടുക്കും. അപ്പം ഇവിടെ 1 2 3 3 3 6 അല്ലേ. അപ്പോൾ 6000 അല്ലേ. അപ്പോൾ 6000 ഗ്രാമാണ്. 6000 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം ആണ്? 6 കിലോഗ്രാം അല്ലേ. 1000 ഗ്രാം ആണല്ലോ 1 കിലോ. 6000 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 കിലോ. ഇത് കൂട്ടുക അല്ലേ. 5 + 6 എത്രയാണ്? 11. 1 ബാലൻസ് ഇവിടെ എത്രയാണ്? 1 ബാലൻസ് കൊടുത്ത് 1 + 4 5. അപ്പോൾ 1 അല്ലേ. അപ്പോൾ 151 kg ആണ് മൊത്തം ഉള്ളത് അല്ലേ. 151 kg. ഒന്നുകൂടി നോക്കിയാൽ ശരിയാണോ? ഓക്കെ, ശരിയല്ലേ. ഓക്കെ, അപ്പോൾ 151 കിലോ. 151 കിലോ ആണ്. 1 കിൻഡലിൻ്റെ മേലെയാണോ താഴെയാണോ? 100ൻ്റെ മേലെ പോയില്ലേ 151 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ്? 100ൻ്റെ മേലെയാണ് അല്ലേ. അപ്പോൾ 100ൻ്റെ മേലെ അല്ലേ. അപ്പോൾ ടോട്ടൽ വെയിറ്റ് എത്രയാണ്? 151 kg അല്ലേ. 151 kg ആണിത് ടോട്ടൽ വെയിറ്റ് അല്ലേ. അപ്പോൾ മോർ ദാൻ കിൻഡൽ ഓർ ലെസ്, മോറാണ് അല്ലേ. കൂടുതലല്ലേ. 100 കിലോഗ്രാം 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ എന്താ? 100 അല്ലേ. അപ്പോൾ മോറാണ് അല്ലേ. അപ്പോൾ ഹൗ മച്ച് മോർ ഓർ ഹൗ മച്ച് ലെസ്? എത്ര കൂടുതൽ? 51 കിലോ അല്ലേ. 51 കിലോ ആണെന്ത് കൂടുതലുള്ളത്. സോറി, 51 കേട്ടോ. 51 കിലോ ആണെന്ത് കൂടുതലുള്ളത്. ഓക്കെ, 51 kg ആണെന്ത് കൂടുതലുള്ളത്. നെക്സ്റ്റ് എന്താന്ന് നോക്കിയേ. ഹൗ മെനി പാക്കറ്റ്സ്? ഇനി എത്ര പാക്കറ്റ് ഉണ്ടെന്ന് ചോദിച്ചത്. ദ ഷോപ്പ് കീപ്പർ ടുക്ക് 2/4 kilogram packet and 3/2 kilogram packet to make 10 kilograms of coriander. How many packet did he give? അപ്പോൾ എന്താണ് ഷോപ്പ് കീപ്പർ എന്താക്കി? 2/4 കിലോഗ്രാമും. 1/4 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 അല്ലേ. 1/4 കിലോ എന്ന് പറയും അല്ലേ. 1/4 കിലോ പറഞ്ഞാൽ എത്ര? 250 അല്ലേ. അപ്പോൾ 2 250 എടുത്ത് പറഞ്ഞാൽ എത്രയാണ്? ഒരു 500 ആണല്ലോ അല്ലേ. 500 അരല്ലേ. അപ്പോൾ 1/2 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 500 ഗ്രാം അല്ലേ. പിന്നെയോ ഇവിടെ എത്രയാണ്? 2/4 എടുത്തിരിക്കുന്നത് കേട്ടോ. നോക്കിയേ, ഇവിടെ 2/4 എടുത്തിരിക്കുന്നത്. അപ്പോൾ 2/4 എന്ന് പറയുമ്പോൾ എന്താ? 1/4 എന്ന് പറഞ്ഞാൽ എത്ര? 250 അല്ലേ. അപ്പോൾ 2/4 എന്ന് പറഞ്ഞാൽ 2 × 250 എത്രയാണ്? 500 അല്ലേ. അപ്പോൾ 500 ഗ്രാം എന്താണ്? 500 ഗ്രാം 2/4 പറയുന്നത്. ഇനി 3/2 കിലോഗ്രാം അല്ലേ. അപ്പോൾ 1/2 കിലോഗ്രാം 3 എണ്ണം എടുത്തിരിക്കുന്നത്. ഹാഫ് പറഞ്ഞാൽ എത്ര? 500 അല്ലേ. അപ്പോൾ 3 × 1/2 എന്ന് പറഞ്ഞാൽ എത്ര? 1500 ഗ്രാം അല്ലേ. 1500 എന്ന് പറഞ്ഞാൽ 1.5 കിലോ ആയി അല്ലേ. അപ്പോൾ 1.5 kg. 3 എണ്ണം എടുക്കുമ്പോൾ 1.5 kg. ഓക്കെ, അപ്പോൾ അത് ടോട്ടൽ എത്രയായി? 500. 500 പറഞ്ഞാൽ അരല്ലേ. ഇവിടെ 500 അല്ലേ ഇരുന്നു. അപ്പോൾ മൊത്തം എത്രയായി? 2 കിലോ ആയി അല്ലേ. ഓക്കെ, 1.5യും അരയും എത്രയാണ്? 2 അല്ലേ. അപ്പോൾ 2 kg എന്താണ് എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 10 കിലോഗ്രാം കൊറിയൻഡർ ആവണമെങ്കിൽ എത്ര പാക്കറ്റ് വേണമെന്ന് വെച്ച്. അപ്പോൾ ഇവിടെ എത്ര നോക്കിയാൽ ഇവിടെ 2ഉം ഇവിടെ 3 അല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 5 ഓൾറെഡി ആയി അല്ലേ. ഇനി എന്താണ്? 5 ഓൾറെഡി ആയി. ഇനി 5-നായപ്പോൾ എന്താണ്? 2 കിലോ ആയി. 10 എണ്ണല്ലേ നമുക്ക് വേണ്ടേ. അപ്പോൾ 2 എന്ത് കൂട്ടിയാലും 8 കിട്ടുക അല്ല 10 കിട്ടുക 8 അല്ലേ. അപ്പോൾ 8ഉം കൂടി ഇതിൽ കൊടുക്കുക അല്ലേ. അപ്പോൾ 5 + 8 എത്ര? 13 kg കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ
അപ്പോൾ ഇവിടെ നോക്കിയാൽ ഹൗ മെനി ഗ്രാംസ് ഡസ് 2 ക്വാർട്ടർ കിലോഗ്രാം പാക്കറ്റ് ഹാവ്? എത്ര ഗ്രാമാണ് ഈ 2 പാക്കറ്റിൽ വരുന്നത്? നോക്കിയേ, ആ എത്ര 2 ക്വാർട്ടർ കിലോഗ്രാം എത്ര കിലോഗ്രാമാണ് വരുന്നത്? 500 അല്ലേ, അര കിലോ വരും അല്ലേ. അപ്പോൾ ഇവിടെ 500 എന്ന് എഴുതാം. ഓക്കെ, 3 ഹാഫിൽ വരുന്നത് എത്രയാണ്? 3 ഹാഫ് കിലോഗ്രാമിൽ 3 ഹാഫ് എന്ന് പറയുമ്പോൾ എന്താ? ഹാഫ് പ്ലസ് ഹാഫ് പ്ലസ് ഹാഫ് അല്ലേ, 500 പ്ലസ് 500 പ്ലസ് 500 അല്ലേ, 1500 എന്ന് എഴുതാം. അല്ലെങ്കിൽ 1.5 kg എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 1500. ഓക്കെ, 1500 ഗ്രാം. ഓക്കെ, 1500 ഗ്രാം കേട്ടോ. ഇനി വാട്ട് ഈസ് ദ ടോട്ടൽ വെയിറ്റ്? ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് എത്രയാണ്? ഇവിടെ എന്താണ്? 500 അല്ലേ, ഇവിടെ 500 ഗ്രാം കേട്ടോ, ഗ്രാം. ദെൻ അപ്പോൾ 500 പ്ലസ് 500 1500 എത്രയാണ്? 2000 അല്ലേ. 2000 ഗ്രാം പറയുമ്പോൾ 2 കിലോ അല്ലേ. അപ്പോൾ 2000 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2000 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 kg അല്ലേ. 2 kg ഇവിടെ വന്നു. ഓക്കെ, 2 kg ഇവിടെ വന്നേ, 2 kg. Then how many more 1 kilogram packets are needed to make 10 kilogram? അങ്ങനെയാണെങ്കിൽ 10 കിലോഗ്രാം ആവണമെന്നുണ്ടെങ്കിൽ ഇനി 1 കിലോഗ്രാമിൽ എത്ര പാക്കറ്റ് വേണോ? ഇവിടെ 2 പാക്കറ്റ് ആയല്ലോ, 2 kg ഓൾറെഡി ആയല്ലോ. നമുക്ക് 10 കിലോനല്ലേ വേണ്ടത്. അപ്പോൾ 2 കൊണ്ട് എന്ത് കൂട്ടിയാലോ 10 കിട്ടുക? 8 അല്ലേ. അപ്പോൾ 8 കിലോഗ്രാം ഉള്ള അല്ലേ. അപ്പോൾ 8 പാക്കറ്റും കൂടി വേണം അല്ലേ. അപ്പോൾ 1 കിലോഗ്രാമിൻ്റെ എന്താണ് 8 പാക്കറ്റും കൂടി വന്നാൽ എന്തായി? 3 ആയി അല്ലേ. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി പാക്കറ്റ്സ് വുഡ് ഹാവ് ബീൻ ദർ ഇഫ് ഓൾ ഹാഫ് കിലോഗ്രാം പാക്കറ്റ്? അപ്പോൾ എത്രയാണ്? ഇപ്പം 2 കിലോ ഇവിടെ ആയല്ലോ. പിന്നെന്താണ് ഇവിടെ ഇട്ടു അല്ലേ. അപ്പോൾ 10 ആയില്ലേ. അപ്പോൾ മൊത്തം ഇവിടെ എത്ര പാക്കറ്റ് വന്നിട്ടുണ്ട്? ഇവിടെ 2 പാക്കറ്റും ഇവിടെ 3 5 5 പ്ലസ് 8 എത്രയാണ്? 13 പാക്കറ്റ് ഓൾറെഡി ആയില്ലേ. ഇങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോക്കിയാൽ ഹൗ മെനി പാക്കറ്റ്സ് വുഡ് ഹാവ് ബീൻ ദർ ഇഫ് ഓൾ വെർ ഹാഫ് കിലോഗ്രാം പാക്കറ്റ്? ഇനി എല്ലാം ഹാഫ് കിലോഗ്രാം പാക്കറ്റ് ആണെങ്കിൽ എത്ര പാക്കറ്റ് വേണമെന്ന് വെച്ചിരിക്കുന്നത്? അപ്പോൾ 10 കിലോ അല്ലേ. അപ്പോൾ 20 പാക്കറ്റ്. അപ്പോൾ 10 kg ആവണമെങ്കിൽ എത്ര ഹാഫ് കിലോ പാക്കറ്റ് വേണം? അപ്പോൾ എത്ര 500 ചേർന്നാലാണ് എത്ര അര കിലോ ചേർന്നാലാണ് 10 കിലോ ആവുക എന്ന് ചോദിച്ചത് അല്ലേ. അപ്പോൾ എത്രയാണ്? 20 അല്ലേ. അപ്പോൾ നമുക്കിവിടെ 20 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 20 പാക്കറ്റ് വേണം അല്ലേ. ദെൻ ഹൗ മെനി ഇഫ് ഓൾ വേർ ക്വാർട്ടർ കിലോഗ്രാം പാക്കറ്റ്? ഇനി എല്ലാം ക്വാർട്ടർ കിലോഗ്രാം പാക്കറ്റ് ആണെങ്കിലോ? ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 1/4 അല്ലേ. അപ്പോൾ എത്രയാണ്? നമുക്ക് 10 കിലോനാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ക്വാർട്ടർ ആണെങ്കിൽ എത്രയാണ്? നമുക്ക് ഇപ്പോൾ അരക്കാണെങ്കിൽ 20 അല്ലേ. അരൻ്റെയും പകുതിയാണ് വരുന്നത്, ഹാഫ് അല്ലേ. അപ്പോൾ ഇതിൽ കൂട്ടണം. അപ്പോൾ 40 അല്ലേ. അപ്പോൾ 40 20 പ്ലസ് 20 40 പാക്കറ്റ് ഉണ്ടെങ്കിൽ എന്താക്കുള്ളൂ? നമുക്ക് ക്വാർട്ടർ പാക്കറ്റ് എത്ര ക്വാർട്ടറിൻ്റെ 40 പാക്കറ്റ് ഉണ്ടെങ്കിൽ 10 കിലോ ആവുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ എന്താണ്? ഹൗ മച്ച് ഗീ അല്ലേ. എത്ര ഗീ ആണെന്നുള്ളതാണ് അല്ലേ. അപ്പം എത്ര നെയ്യ്? ദേ ബോട്ട് 250 milliliter bottles and 1 500 milliliter bottle of ghee അല്ലേ. എത്രയും ബോട്ടിൽ ഗീ ആണ് അവർ വാങ്ങി അല്ലേ. ഹൗ മച്ച് ഗീ ദേ ബൈ? അപ്പോൾ ഈ 250 milliliter ബോട്ടിലും 1 500 milliliter ബോട്ടിലുമാണ് വാങ്ങിയിരിക്കുന്നത്. നോക്കൂ, 250-ൻ്റെത് 2 എണ്ണം, പിന്നെ 500 milliliter ഒന്നും അല്ലേ. അപ്പോൾ 250-ൻ്റെ 2 എണ്ണം എന്ന് പറയുമ്പോൾ എത്ര? 250 പ്ലസ് 250 എത്രയാണ്? 500 milliliter അല്ലേ. പിന്നെ 1 500 milliliter. അപ്പോൾ 500 പ്ലസ് 500 എത്രയാണ്? അപ്പോൾ 1000 milliliter അല്ലേ. അപ്പോൾ അവർ വാങ്ങിയിരിക്കുന്നത് എത്രയാണ്? 1000 milliliter ആണ് വാങ്ങിയിരിക്കുന്നത് അല്ലേ. 1000 milliliter ആണ് അവർ വാങ്ങിയിരിക്കുന്നത് അല്ലേ. 1000 milliliter എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ലിറ്റർ ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് 1 ലിറ്റർ എന്ന് എഴുതാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. ഹൗ മെനി ബോട്ടിൽസ് വുഡ് ഹാവ് ബീൻ if all were 100 milliliter ബോട്ടിൽ? അങ്ങനെയാണെങ്കിൽ എത്ര ബോട്ടിൽ വേണം? ഈ ഒക്കെ 100 milliliter ബോട്ടിലിനാണ് കിട്ടിയിരിക്കുന്നത് വിചാരിച്ചു. അങ്ങനെ എത്ര ബോട്ടിൽ വേണം? ഈ 1 ലിറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ 1000 milliliter ആണെങ്കിൽ 10 ബോട്ടിൽ വേണം അല്ലേ. ഓക്കെ, 10 ബോട്ടിൽ വേണം 100 milliliter ആണെങ്കിലും. ഓക്കെ, ഇവിടെ 250 milliliter-ൻ്റെ 2ഉം 500-ൻ്റെ 1 ആണെങ്കിൽ 3 കുപ്പി അല്ലേ. ഇവിടെ എന്താണ്? മൊത്തം 100 milliliter ബോട്ടിലാണെങ്കിൽ എത്ര വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എത്ര 1 ലിറ്റർ ആവാൻ അല്ലെങ്കിൽ 1000 milliliter ആവാനെങ്കിൽ 100 milliliter ബോട്ടിൽ എത്ര വാങ്ങണമെന്നാണ് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ 10 ബോട്ടിൽ അല്ലേ. ദെൻ ഹൗ മെനി ഇഫ് ഓൾ വർ 250 milliliter ബോട്ടിൽ? ഇനി എല്ലാം 250 milliliter ബോട്ടിലാണുള്ളെങ്കിൽ എത്ര എണ്ണം വാങ്ങണം? എത്ര
1000 ml ആണെങ്കിൽ 250+250+250+250 അല്ലേ 4 വരണം അല്ലേ. അപ്പോൾ 4 ബോട്ടിലാണെന്ത് ഒക്കെ 250 ml ബോട്ടിലാണെങ്കിൽ വേണ്ടത് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, എന്താണ് ബാക്ക് ഹോം, ഇങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകാണല്ലേ. 635 kilograms ഓഫ് ഗ്രോസറി ഉണ്ട് ആൻഡ് 375 kilograms ഓഫ് വെജിറ്റബിൾസും ആണെന്ത് ഒരു ഗുഡ്സ് കാരിയറിൽ കയറ്റി കൊണ്ടുവരുന്നത് അല്ലേ. വാട്ട് ഇസ് എ ടോട്ടൽ വെയിറ്റ് ലോഡഡ്, അങ്ങനെ ടോട്ടൽ വെയിറ്റ് എത്രയാണ്. അപ്പോൾ നമുക്കിത് കൂട്ടി അല്ലേ, ഇത് കിലോഗ്രാമിലാണ് ഇതും കിലോഗ്രാമിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം, 635 പ്ലസ് എത്ര 375 അല്ലേ, 375 അല്ലേ. 2 കിലോഗ്രാമിലാണെങ്കിൽ നമുക്ക് നേരിട്ട് കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് 5 + 5 10. അപ്പോൾ എന്താണ് 1 ബാലൻസ്. ഇനി 7 + 3 എത്ര 10, 10 + 1 എത്രയാണ് 11, 1 ബാലൻസ്. ഇതിന് 6 + 1 7, 7 + 3 എത്രയാണ് 10 അല്ലേ. അപ്പോൾ 1010 കിലോഗ്രാമാണ് മൊത്തം വെയിറ്റ് ഉള്ളത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, എന്താണ് ഇനി വാട്ടർ ടാങ്ക് ആണ്. ദർ ഈസ് എ 1000 ലിറ്റർ ടാങ്കും 500 ലിറ്റർ ടാങ്കും 200 ലിറ്റർ ടാങ്കും ആണ് എന്ത് അവിടെ ഉള്ളത് അല്ലേ. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ഓൾ, എല്ലാം കൂടി എത്ര വെള്ളം ഉണ്ട് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടാങ്ക് 1 എത്രയാണ് 1000 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ 1000 എഴുതിയാൽ 1000 ടീച്ചർ പൂജ എഴുതിയാൽ പിന്നെ ഇതാണ്ടാവില്ല. അപ്പോൾ അതിന് പൂജത്തിന് പകരം കുത്താടുന്നു കേട്ടോ. ഓക്കെ, നിങ്ങൾ പൂജ ചെയ്തു കേട്ടോ. അപ്പോൾ 1000 ലിറ്റർ. ദെൻ നോക്കൂ ടാങ്ക് 2 500 ലിറ്റർ അല്ലേ. അപ്പോൾ 500 ലിറ്റർ അല്ലേ. പൂജത്തിന് പകരം ഞാൻ കുത്ത ഇടുന്നുള്ളൂ, നിങ്ങൾ പൂജ ചെയ്തു കേട്ടോ. 500 എഴുതുക കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കൂ 200 ലിറ്ററിൻ്റെ ടാങ്ക് 3 200 ലിറ്ററിൻ്റെ ടാങ്ക് അല്ലേ. അപ്പോൾ ഇവിടെ എന്താക്കുക ടാങ്ക് 3 200 എഴുതുക അല്ലേ. അപ്പോൾ 2 പൂജ ചെയ്തണേ നിങ്ങൾ തെറ്റിക്കരുതേ, പൂജയാണ് അവിടെ വേണ്ടത്. ദെൻ അടുത്ത ടാങ്ക് 4 200 ലിറ്റർ ആണല്ലോ. അപ്പോൾ 200 ലിറ്റർ എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് അപ്പോൾ എന്താണ് ടോട്ടൽ എത്രയാണെന്ന് വെച്ചാൽ അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടണം അല്ലേ. അപ്പോൾ 1000 + 500 + 200 + 200 അല്ലേ. അപ്പോൾ നമുക്ക് എന്താ 1000 + 500 1500, 1500 + 200 1700, 1700 + 200 1900 അല്ലേ. അപ്പോൾ 1900 ആണെന്ത് മൊത്തം ഉള്ളത് അല്ലേ. 1900 ലിറ്റർ അല്ലേ. ഓക്കെ, അല്ലെങ്കിൽ ഈ 0 0 0 കൂട്ടുക 0 0 0 അല്ലേ ഇവിടെ വെക്കുക. ഇനി എന്താണ് ഇവിടെ മൂന്നാമത്തതിൽ 5ഉം ഇവിടെ 2ഉം ഇവിടെ 2 അല്ലേ. അപ്പോൾ 5 + 2 7 + 2 9 എഴുതുക, പിന്നെ 1 അല്ലേ. അപ്പോൾ 1900 ലിറ്റേഴ്സ് ആണ് ഇത് ടോട്ടൽ ഉള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് നമ്മളെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നോക്കൂ, ജോണി ഈസ് എ ടപ്പിയോക്ക ഫാർമർ. ജോണി എന്താണ് ടപ്പിയോക്ക ഫാർമർ ആണ് അല്ലേ. ദെൻ ഹി ഗോട്ട് 2 quintals and 65 kilograms ഓഫ് ടപ്പിയോക്ക ആസ് yield അല്ലേ. അയാൾക്ക് എത്രയാണ് 2 കിൻഡലും 65 കിലോഗ്രാമും ടപ്പിയോക്ക കിട്ടി. ഹി സോൾഡ് ഇറ്റ് അറ്റ് 20 rupees per kilogram. അപ്പോൾ കിലോഗ്രാമിന് എത്രയാണ് 20 റുപ്യായിട്ട് 20 റുപ്യായിട്ട് 1 കിലോഗ്രാമിന് അയാൾ വിറ്റു അല്ലേ. ഹൗ മച്ച് മണി ഡിഡ് ഹി ഗെറ്റ്. അപ്പോൾ 2 കിൻഡലും 65 കിലോഗ്രാം അല്ലേ. 2 കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്ര, 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്ര 100 കിലോഗ്രാം ആണ് അല്ലേ. അപ്പോൾ 2 കിൻഡൽ എന്ന് പറഞ്ഞാൽ 200 അല്ലേ. അപ്പോൾ 2 കിൻഡൽ ആൻഡ് 65 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര 200 + 65 265 അല്ലേ. അപ്പോൾ 265 ഇൻറ്റു എത്രയാണ് 265 കിലോഗ്രാം എന്താണ് ടപ്പിയൊക്കെയാണ് മൊത്തം കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഓരോ കിലോനും 20 റുപ്യാണ് വിറ്റെങ്കിൽ എന്താണ് നമ്മൾ 20നോട് ഇൻറ്റു ചെയ്യുക അല്ലേ. 20 ഇൻറ്റു 20 ചെയ്യുക. അപ്പോൾ 20 ചെയ്യുമ്പം എന്താണ് 0നോട് എന്ത് ഇൻറ്റു ചെയ്താലും 0 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 0 ഇവിടെ 0 ഇവിടെ 0 അല്ലേ. ഇനി 2 5 എത്രയാണ് 10 അല്ലേ. അപ്പോൾ 10ൽ 1 ബാലൻസ്. ഇനി 2 6 എത്ര 12, 12നോട് ഈ ശിഷ്ടം കൂട്ടിയപ്പോൾ 13, 13ൽ 3 ഇവിടെ എഴുതി 1 ബാലൻസ് അല്ലേ. ഇനി 2 2 4, 4നോട് ഈ ശിഷ്ടം കൂട്ടിയാൽ 5 അല്ലേ. അപ്പോൾ എത്രയാണ് നമ്മൾ ടോട്ടൽ വരുന്നത് നോക്കിയേ. ഇവിടെ ഈ 0 പിന്നെ ഈ 0 ഓക്കെ 0 പിന്നെ ഇവിടെ 0 3 ഇവിടെ 5 അല്ലേ. അപ്പോൾ എത്രയാണ് ഞാൻ പറഞ്ഞു 13 ബാലൻസ് 5300 റുപ്യ അയാൾക്ക് കിട്ടും അല്ലേ. അപ്പോൾ അയാൾക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ് 5300 രൂപ. ഓക്കെ, ഇത്രയും രൂപയാണ് എന്താക്കിയിരിക്കുന്നത് ഈ ജോണിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 1 sack contains 15 kilograms ഓഫ് റൈസ്. ഒരു ചാക്കിൽ 50 കിലോഗ്രാം അരിയുണ്ട്.
60 such sacks, 60 such sacks were loaded in a lorry. ഒരു ലോറിയിൽ എന്താണ് 60 ചാക്ക് കയറ്റി. ഹൗ മെനി ടൺസ് ഈസ് ദർ ഇൻ ഓൾ? അപ്പോൾ ഇത് എത്ര ടണ്ണാണ് ടോട്ടൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു ചാക്കിൽ 50 ആണല്ലോ. അപ്പോൾ 60 എണ്ണം അങ്ങനെ കയറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 60 × 50 ചെയ്യുക അല്ലേ. അപ്പോൾ 60 × 50 ചെയ്യുക. അങ്ങനെ ഒന്നുകിൽ നിങ്ങൾ സൈഡിൽ 60 × 50 ചെയ്യുക, അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞൊരു ഷോർട്ട് ഉണ്ട് അല്ലേ, ഈ പൂജ്യം എന്താക്കുക ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുക. ഓക്കെ, ആദ്യം എഴുതുക. ഇനി നമുക്ക് എന്താ വേറെയുള്ള നമ്പർ പൂജ്യങ്ങളാണെങ്കിൽ ഇങ്ങോട്ട് മാറ്റി എഴുതുക. പിന്നെ 5 6 അല്ലേ, 5 × 6 എത്ര? 30 അല്ലേ, 30. അപ്പോൾ മൊത്തം എത്രയാണ്? 3000 വരും അല്ലേ. അപ്പോൾ 3000 എന്ന് പറഞ്ഞാൽ 3000 കിലോഗ്രാം ആണ് മൊത്തം ഉള്ളത് അല്ലേ. 3000 കിലോഗ്രാം ആണ് മൊത്തം വരുന്നത്. അങ്ങനെ ഇത് എത്ര ടണ്ണാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1000 കിലോഗ്രാം 1000 കിലോഗ്രാം ആണല്ലോ ഒരു ടണ്ണ്. അപ്പോൾ 3000 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ടൺ അല്ലേ. അപ്പോൾ 3 ടണ്ണാണ് മൊത്തം ഉള്ളത് അല്ലേ. 3 ടൺ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി എന്താണ്? ദ കപ്പാസിറ്റി ഓഫ് എ വാട്ടർ ടാങ്ക് ഈസ് 2000 ലിറ്റേഴ്സ് അല്ലേ. അപ്പം വാട്ടർ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? 2000 ലിറ്റർ ആണ്. ഓക്കെ, വാട്ടർ ടാങ്കിൻ്റെ കപ്പാസിറ്റി അറിയുന്നത് എത്രയാണ്? 2000 ലിറ്റർ ആണ് അല്ലേ. ടു ഫിൽ ദ ടാങ്ക് 765 ലിറ്റർ മോർ ഈസ് നീഡഡ് അല്ലേ. ഇനി ടാങ്ക് നിറയണമെന്നുണ്ടെങ്കിൽ 765 ലിറ്ററും കൂടി ആവശ്യമുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ടാങ്കിൽ ഇപ്പം എത്ര വെള്ളം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും മൈനസ് ചെയ്താൽ പോരെ, മതി അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 2000 മൈനസ് 765 നമ്മൾ എഴുതുമ്പോൾ എത്ര? അത് 3 എണ്ണല്ലേ. അപ്പോൾ 1 2 3 അല്ലേ. അപ്പോൾ ഇവിടെ 3ൻ്റെ താഴെ എഴുതുക അല്ലേ. 6 7 6 5 അല്ലേ. ഇനി നമ്മൾ എന്താക്കുന്നത്? മൈനസ് ചെയ്യുക. ഇനി 0 5 പോരല്ലോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് കടമെടുക്കുക. അപ്പോൾ ഇവിടെയും ഇല്ല. ഇവിടുന്ന് ഇങ്ങോട്ട് കടമെടുക്കാനില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് ആദ്യം കടമെടുക്കുക അല്ലേ. അപ്പോൾ ഇവിടെ എന്താവും? ഇവിടെ 1 എന്നാവും. ഇവിടെ എന്താവും? 10 ആവും അല്ലേ. ഇനി 10 ഇങ്ങോട്ടേക്ക് കടമെടുക്കുമ്പോൾ ഇവിടെ എന്തായി? ഇവിടെ 9 എന്നാവും. ഇവിടെ 10 എന്നാവും അല്ലേ. അല്ലേ. ഇനി ഇവിടുന്ന് 10 ഇങ്ങോട്ട് കടമെടുത്താൽ ഇവിടെ എന്തായി? ഇവിടെ 9 എന്നാവും. ഓക്കെ, ഇവിടെ എന്തായി? ഇവിടെ 10 എന്നാവും അല്ലേ. ഓക്കെ, ഇനി നമ്മൾ 10 5 പോയാൽ എത്ര? 5 അല്ലേ. ഓക്കെ, ഇനി 9 6 പോയാൽ എത്ര? 6 9 വരെ എണ്ണി വെക്കുക. 7 8 9 അല്ലേ. 3. ഇനി ഇവിടെ 9 7 പോയാൽ എത്ര? 7 8 9 2 അല്ലേ. ഇനി ഒന്നും ഇവിടെ ബാലൻസ് ഇല്ല, 1 അല്ലേ. അപ്പോൾ 1235 ലിറ്റർ വെള്ളം പാലുണ്ട് അല്ലേ. അപ്പോൾ 1235 765 കൂടി കൂടുമ്പോഴാണ് ഫുള്ളാവുക അല്ലേ. വാട്ടർ ടാങ്കിൻ്റെ കപ്പാസിറ്റി 2000 ലിറ്റർ ആണെന്ന് പറഞ്ഞു. ഈ 765 ലിറ്ററും കൂടി വെള്ളം നിറയ്ക്കാണ്ട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിൽ ടാങ്കിൽ ഓൾറെഡി എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ എന്താണ്? ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഓൾറെഡി ഉള്ളത് എത്രയാണ്? 1235 ലിറ്റർ വാട്ടറാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. The table shows the things Binu bought from the Maveri store. She put them in all in a cloth bag. What's the total weight of the things in the bag? അപ്പോൾ ഇവരെന്താണ് സാധനം വാങ്ങി മാവേലി സ്റ്റോറിൽ നിന്ന് അല്ലേ. ഓനൊക്കെ ഒരു തുണിസഞ്ചിയിലിട്ട് അല്ലേ. അപ്പോൾ മൊത്തം ടോട്ടൽ വെയിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞ കിലോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം കൂട്ടുക അല്ലേ. അപ്പോൾ ഇത് കിലോഗ്രാമാണ്, ഇത് കിലോഗ്രാമാണ്. പിന്നെ ഉള്ളത് കിലോഗ്രാം എവിടെ? അത് അവിടെയാണ് അല്ലേ. ബാക്കിയൊക്കെ ഗ്രാമുകളാണല്ലോ. ആദ്യം നമുക്ക് കിലോഗ്രാം അല്ലേ. 2 കിലോഗ്രാം + 2 എത്രയാണ്? 4 കിലോഗ്രാം അല്ലേ. അപ്പോൾ അത് ആദ്യം എഴുതുക, 4 കിലോഗ്രാം. ഇനി ബാക്കിയൊക്കെ എന്താണ്? ഗ്രാമിലാണ് അല്ലേ. അപ്പോൾ ഇത് ഗ്രാമാണ്, ഇത് ഗ്രാമൊക്കെ ഗ്രാമല്ലേ. അപ്പോൾ 500 ഇട്ട് നോക്കാം. 1500 ഗ്രാമും 250 ഗ്രാമും 250 ഇതൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് ഇപ്പം 250 500 ആണല്ലോ അല്ലേ. 500 ഗ്രാം. ഇനി 1500 + 500 എത്രയാണ്? 2000 ഗ്രാം. 2000 + 500 എത്രയാണ്? 2500 അല്ലേ. പിന്നെ 2500 + 500 3000. 3500 + 500 4000 അല്ലേ. 4500 + 500 എങ്ങനെയാണ്? ഇവിടെ 1500, പിന്നെ ഇവിടെ 500 അല്ലേ. അപ്പോൾ 2000 2500 3000 3500 4000 അല്ലേ. മൊത്തം 4000 ആണ് അല്ലേ. അപ്പോൾ 4000 ഗ്രാം എന്ന് പറഞ്ഞാൽ 4 കിലോ അല്ലേ. അപ്പോൾ 4 kg ആണ് അല്ലേ. അപ്പോൾ മൊത്തം എത്രയാണ്? 8 കിലോ അല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? ആദ്യം കിലോഗ്രാമിലുള്ള കൂട്ടുക, പിന്നെ ഗ്രാമുള്ളതൊക്കെ സൈഡിൽ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ കൂട്ടി വെക്കുക. 0 0 0 അങ്ങനെ കൂട്ടി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് 4000 കിട്ടും. അപ്പോൾ 4000 ഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? 4000 ഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 കിലോ അല്ലേ. അപ്പോൾ 4000 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 കിലോ അല്ലേ. അപ്പോൾ 4 കിലോ. പിന്നെ നേരത്തെ കിലോഗ്രാം കൂട്ടിയ 4 അല്ലേ ഇരുന്നു. അപ്പോൾ 4 + 4 8 കിലോ. അപ്പോൾ മൊത്തം എത്രയാണ് ആ ടോട്ടൽ വെയിറ്റ് ആ ബാഗിൽ ഉണ്ടാവുക? 8 കിലോ ആണ് കേട്ടോ. 8 kg ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ.
The oil trader filled 500 milliliter bottles and 6 200 milliliter bottles with oil from a vessel. Now 1 liter and 300 milliliter of oil is left in the vessel. How much oil was there in the vessel originally? അപ്പോൾ എന്താണ് ചോദ്യം? ഈ ഓയിൽ ട്രേഡർ എന്താക്കി 5 500 മില്ലിലിറ്ററിൻ്റെ ബോട്ടിലും 6 200 മില്ലിലിറ്ററിൻ്റെ ബോട്ടിലും കൂടി ഒരു വെസലിൽ നിന്ന് എടുത്ത് നിറച്ചു. ഇപ്പോൾ ആ വെസലിൽ ബാക്കിയുള്ളത് എന്താണ്? 1 ലിറ്റർ 300 മില്ലിലിറ്റർ ഓയിലുമാണ് ബാക്കിയുള്ളത് അല്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര ഓയിൽ ആ വെസലിൽ ആദ്യം ഉണ്ടായിന്ന് ചോദിച്ചത് അല്ലേ? അപ്പോൾ ഇപ്പോൾ ഉള്ളത് എത്രയാണ് ബാക്കി അയാൾ എടുത്തപ്പം 1 ലിറ്ററും 1 ലിറ്റർ പിന്നെ എത്രയാണ് 300 ml ആണ് ഉള്ളത് ഇപ്പോൾ അല്ലേ? അയാൾ എടുത്തതിന് ശേഷം 300 ml 300 ml ആണ് ഉള്ളത് അല്ലേ? ഇനി എന്താണ് നേരത്തെ എടുത്ത ഓയിൽ ട്രേഡ് എന്താ 5 500 മില്ലിലിറ്റർ. അപ്പോൾ 5 500 മില്ലിലിറ്റർ എന്താ 5 എത്രയാണ്? 5 × 500 അല്ലേ? അപ്പോൾ 2500 മില്ലിലിറ്റർ ആണ് അയാൾ എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ 2500 മില്ലിലിറ്റർ പറഞ്ഞാൽ എത്രയാണ്? 2 ലിറ്ററും 500 മില്ലിലിറ്ററുമാണ് അല്ലേ? 2500 എന്ന് പറയുന്നത് 500 മില്ലി. ഓക്കെ. ദെൻ നെക്സ്റ്റ് പിന്നെ എന്താണ് 6 ബോട്ടിൽ അല്ലേ? പിന്നെ 6 200 മില്ലിലിറ്റർ ബോട്ടിലും നിറച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ 6 × 200 എത്രയാണ്? 1200 അല്ലേ? അപ്പോൾ 1200 പറയുമ്പോൾ എത്രയാണ്? 1 ലിറ്ററും 200 ml ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയാൽ ആദ്യത്തെ വെസലിലുള്ളത് കിട്ടൂലേ? അപ്പോൾ കൂട്ടി നോക്കിയാൽ 0 0 0 പിന്നെ 3 + 5 + 2 എത്രയാണ്? 8 ഉം 10 അല്ലേ? ഓക്കെ. ഒന്ന് ബാലൻസ് ഇനി ലിറ്ററിൽ വരണം അല്ലേ? അപ്പോൾ 1 + 1 2 2 + 2 4 4 + 1 5 അല്ലേ? അപ്പോൾ 5 ലിറ്റർ 0 ml അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഒറിജിനൽ ഉണ്ടായ എത്ര? 5 ലിറ്ററാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഓക്കെ, മനസ്സിലായില്ല അല്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എത്രയാണ്? 6ാമത്തത് അല്ലേ? ഫിൽ ഇൻ ദ ടേബിൾ. നോക്കിയേ, ഇൻ ഗ്രാമും കിലോഗ്രാം ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ നോക്കിയേ, ഗ്രാം ഈ 2500 ഗ്രാം പറഞ്ഞാൽ കിലോഗ്രാമിൽ നമുക്ക് ഇങ്ങനെ പറയാം 2.5 കിലോ എന്ന് പറയാം അല്ലേ? 2 1/2 അല്ലേ? 2 1/2 കിലോഗ്രാം. 2 1/2 HALF കേട്ടോ. 2 1/2. അപ്പോൾ 2 kg 500 ഗ്രാം ആണ് അല്ലേ? ഇനി 3250 നമുക്ക് എങ്ങനെ പറയാം? 3 1/4 എന്ന് പറയാം അല്ലേ? 250ൻ്റെ ക്വാർട്ടർ അല്ലേ? 1.5 ഹാഫ്. അപ്പോൾ 3 1/4 അല്ലേ? അപ്പോൾ നമുക്ക് 3 kg പിന്നെ ക്വാർട്ടർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 250 അല്ലേ? അപ്പോൾ 250 ഗ്രാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്ക് 1 1/4 എന്ന് അല്ലേ? 1 1/4 എന്ന് പറഞ്ഞാൽ എത്ര? ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 250 അല്ലേ? 1 എന്നുണ്ട് അല്ലേ? അപ്പം 1250. ഓക്കെ, 1250. ഓക്കെ. അപ്പോൾ 1 1/4 എന്ന് പറയുമ്പോൾ 1250 ഗ്രാമിൽ പറയുമ്പോൾ അല്ലേ? ഇനി കിലോഗ്രാമിൽ പറയുമ്പോൾ 1 kg എന്താണ്? 250 ഗ്രാം അല്ലേ? 250 ഗ്രാം പറയും. 250 ഗ്രാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കൂ. ഇവിടെ 4 kg 250 ഗ്രാം എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ 4 kg 250 ഗ്രാം അല്ലേ? അപ്പോൾ 4250 അങ്ങോട്ട് എഴുതിയാൽ മതി അല്ലേ? 4250. ഓക്കെ. ഈ കിലോഗ്രാമിൽ നമ്മൾ പറയുമ്പോൾ 4 1/4 എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. FOUR 4 ക്വാർട്ടർ മുകളിൽ കണ്ടില്ലേ? QUARTER ഇത് കേട്ടോ, ക്വാർട്ടർ. ഓക്കെ, ക്വാർട്ടർ ഇത് ഇത്രയേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് നോക്കൂ. എന്താണ്? ദ മിൽക്ക് സൊസൈറ്റി ഗോട്ട് 550 liters and 750 milliliter of milk on Monday. അപ്പോൾ മിൽക്ക് സൊസൈറ്റി കിട്ടിയ 550 ലിറ്ററും 750 milliliter മിൽക്കുമാണ് മൺഡേ കിട്ടിയിരിക്കുന്നത്. 85 liter and 250 milliliters of milk was sold within the society and the rest was sold at Milma അല്ലേ? എന്താണ്? ആ സൊസൈറ്റിയിലേക്ക് എത്രയാണ്? 85 ലിറ്ററും 250 milliliters അവിടെ തന്നെ സൊസൈറ്റി വിറ്റു അല്ലേ? ബാക്കിയുള്ളതാണ് മിൽമക്ക് കൊടുത്തിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണ് മിൽമക്ക് എത്രയാണ് വിറ്റിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താക്കുക? ഈ കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 550 ലിറ്റർ ആണല്ലോ. 550 ലിറ്റർ ആൻഡ് 750 milliliter ആണല്ലോ. അതിന്ന് ആണ് എന്ത് സൊസൈറ്റി കൊടുത്തില്ലേ? അപ്പോൾ അതിന്ന് 85 ലിറ്റർ 250 milliliter എന്താക്കുക? മൈനസ് ചെയ്യുക അല്ലേ? അതായിരിക്കും എന്ത് മിൽമക്ക് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നോക്കിയേ?
550 ലിറ്ററും 750 മില്ലി ലിറ്ററും പാലാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ 85 ലിറ്ററാണ് എന്തായിരിക്കുന്നത്, 85 ലിറ്ററും 250 മില്ലി ലിറ്ററുമാണ് വിറ്റത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, 550 ലിറ്റർ ആൻഡ് 750 മില്ലി ലിറ്റർ മൈനസ് പിന്നെ എന്താ ചെയ്താൽ 85 ലിറ്റർ ആൻഡ് ഇത് ലിറ്റർ കൊടുക്കുക കേട്ടോ, ലിറ്റർ ആൻഡ് 250 മില്ലി ലിറ്റർ അല്ലേ. 250 മില്ലി ലിറ്റർ അല്ലായിരുന്നോ, 250 മില്ലി ലിറ്റർ മൈനസ് ചെയ്യുക. ഓക്കെ, മില്ലി ലിറ്റർ. അപ്പോൾ നോക്കിയാൽ മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ മില്ലി ലിറ്റർ അല്ല, അപ്പോൾ ml എഴുതുക. ഓക്കെ, ഇനി 0 0 പോയാൽ 0, 5 5 പോയാൽ 0, പിന്നെ 7 2 പോയാൽ എത്രയാണ് 5. ഇവിടെ 500 ml കിട്ടിയാൽ ഇനി ഇവിടെ ലിറ്ററാണ്. ഇനി 0 5 പോവില്ല അല്ലേ, 85 ലിറ്റർ അല്ലേ. അപ്പോൾ 5 ഇങ്ങോട്ടേക്ക് കടമെടുത്താൽ ഇവിടെ എന്താകും, ഇവിടെ 4 ആവും, ഇവിടെ 10 ആവും അല്ലേ, ഇവിടെ 10 ആവും. അപ്പോൾ 10 5 പോയാൽ എത്ര 5. ഓക്കെ, ഈ 4 8 പോവില്ല. അപ്പോൾ ഇവിടുന്ന് എന്താക്കണം, ഇവിടുന്ന് കടമെടുക്കുമ്പോൾ ഇവിടെ 4 ആവും, ഇവിടെ 14 ആവും അല്ലേ. അപ്പോൾ 14 8 പോയാൽ എത്ര 8 9 10 11 12 13 14 6 അല്ലേ. ഓക്കെ, ദെൻ ബാക്കി ഇവിടെ 4 ഉണ്ടല്ലോ, അപ്പോൾ 4 അല്ലേ. അപ്പോൾ 465 ലിറ്ററും 500 മില്ലി ലിറ്ററുമാണ് എന്തായിരിക്കുന്നത് മിൽമക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 465 ലിറ്റർ 500 മില്ലി ലിറ്റർ ആണ് മിൽമക്ക് കൊടുത്തിരിക്കുന്നത് അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്കൂ, ദ സ്കൂൾ ഈസ് പ്രിപ്പയറിങ് ആൻ ഓണം ഫീസ്റ്റ്. ഓണം ഫീസ്റ്റിന് എൻ്റെ സ്കൂൾ എന്താണ് പ്രിപ്പയർ ചെയ്യുകയാണ് അല്ലേ. പായസം ഈസ് സെർവ്ഡ് ഇൻ 100 മില്ലി ലിറ്റർ ഗ്ലാസ്സസ്. അപ്പോൾ പായസം കൊടുക്കുന്ന എന്താണ് 100 മില്ലിയുടെ ഗ്ലാസ്സിലാണെന്ത് ഈ പായസം വിതരണം നടത്തുന്നത് അല്ലേ. അങ്ങനെ ഹൗ മച്ച് ലിറ്റേഴ്സ് പായസം ഈസ് നീഡഡ് ടു സെർവ് 1000 പീപ്പിൾ. അങ്ങനെ എത്ര പായസം വേണ്ടി വരും 1000 ആൾക്കാർക്ക് കൊടുക്കാമെന്നാണ്. അപ്പോൾ ഒരാൾക്കാണെങ്കിൽ 100 മില്ലി ലിറ്റർ ഉള്ള ഗ്ലാസ്സിലാണ് അല്ലേ. അപ്പോൾ ഒരാൾക്ക് 100 മില്ലി ലിറ്ററാണ് വേണ്ടത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 2 പേർക്ക് എത്രയാണ് 200 അല്ലേ. അല്ലെങ്കിൽ 10 പേർക്ക് എത്രയാണ് 1000 മില്ലി ലിറ്റർ അല്ലേ. 10 പേർക്ക് 1000 മില്ലി ലിറ്റർ, 100 പേർക്കോ 10000 മില്ലി ലിറ്റർ അല്ലേ ആണല്ലോ. അപ്പോൾ 1000 പേർക്കോ അതിലൊരു 0 കൂടി കൊടുക്കുക അല്ലേ. അപ്പോൾ ഇവിടെ എത്ര 0 കൂടുന്നതനുസരിച്ച് ഇവിടെയും 0 കൂട്ടി കൊടുക്കുക അല്ലേ. അപ്പോൾ എത്രയാണ് അവിടെ എന്താണ് നോക്കിയേ, ഒരാൾക്കാണെങ്കിൽ 100 മില്ലി ലിറ്റർ അല്ലേ. 10 ആൾക്കാണെങ്കിലോ ഒരു 0 കൂടി ഇവിടെ കൊടുക്കും അല്ലേ, 1000 മില്ലി ലിറ്റർ. ഇനി 100 ആൾക്കാണെങ്കിലോ ഇവിടെ ഒരു 0 കൂടി കൊടുക്കുക അല്ലേ. ഇനി 1000 ആൾക്കാണെങ്കിലോ ഒരു 0 കൂടി കൊടുക്കുക അല്ലേ. അപ്പോൾ നമുക്ക് യൂണിറ്റ് 10 100 1000 10,000 ലാക്ക് അല്ലേ, 1 ലക്ഷം അല്ലേ. അപ്പോൾ അത്രയും മില്ലി ലിറ്റർ വേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാണ് എത്ര ലിറ്ററിനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലിറ്റർ ആണെങ്കിൽ എന്താണ് 1000 മില്ലി ലിറ്റർ ആണല്ലോ. ഇത്രയും മില്ലി ലിറ്റർ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ 1000 മില്ലി ലിറ്റർ ആണ് എന്ത് 1 ലിറ്റർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിന് 3 0 മാറ്റി എന്താ 100. അപ്പോൾ നമുക്ക് എന്താണ് 100 ലിറ്റർ പായസമാണ് വേണ്ടി വരിക കേട്ടോ. 100 ലിറ്റർ പായസമാണ് എന്ത് അവിടെ വേണ്ടത്. The next question നോക്കൂ, it is estimated that 1 kilogram of rice cooked would be enough to serve 8 people. അപ്പോൾ 1 കിലോഗ്രാം റൈസ് വേവിച്ചാൽ 8 ആൾക്കാർക്ക് എന്നുള്ള കണക്കാണ് അല്ലേ. If the 100 kilograms of rice is cooked, how many can be served? അപ്പോൾ എത്ര ആൾക്കാർക്ക് സെർവ് ചെയ്യാം, 1 കിലോഗ്രാം 8 ആൾക്കാർ അല്ലേ. അപ്പോൾ 10 കിലോഗ്രാം ആണെങ്കിൽ 80 ആൾക്കാർക്ക്, 100 കിലോഗ്രാം ആണെങ്കിലോ 800 പീപ്പിളിന് അല്ലേ. അപ്പോൾ 800 പീപ്പിൾ സെർവ്ഡ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ 800 പീപ്പിൾക്ക് എന്താക്കുക സെർവ് ചെയ്യുക അല്ലേ. 100 കിലോഗ്രാം അരി കുക്ക് ചെയ്യുകയാണെങ്കിൽ 800 ആൾക്കാർക്ക് അത് കഴിക്കാം. ദെൻ ഇനി നോക്കൂ, അടുത്ത ചാപ്റ്റർ ആണല്ലേ. അടുത്ത ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെ എടുത്തെല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. മാത്സ് ആണ്, സിമ്പിളാണ്, ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ അല്ലേ. ശ്രദ്ധിച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് തന്നെ ലഭിക്കും. ഓക്കെ, താങ്ക് യു.